റിപ്പോർട്ടർ ഈവനിംഗ് ബ്രേക്കിംഗ്. കോഴിക്കോട് സർക്കാർ ചിൽഡ്രൻസ് ഹോമിനെതിരെ വെളിപ്പെടുത്തലുമായി അന്തേവാസിയായ പെൺകുട്ടി. കൌൺസിലറുടെ പോലും സാന്നിധ്യമില്ലാതെ പോലീസ് നിരന്തരം ചോദ്യം ചെയ്യുന്നു. നല്ല വസ്ത്രമോ നാപ്കിനോ പോലും തരുന്നില്ല. പരാതി ഉന്നയിച്ചപ്പോൾ മനഃപൂർവ്വം ഇല്ലാത്ത കേസ് കെട്ടിവെക്കാൻ ശ്രമിച്ചെന്നും പോക്സോ കേസ് അതിജീവിത റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തി. ചിൽഡ്രൻസ് ഹോമിലെ കുളിമുറിയിൽ ഒളിച്ചിരുന്നാണ് പെൺകുട്ടി ഫോണിലൂടെ സംസാരിച്ചത്. ആദ്യം കുട്ടി പറഞ്ഞതൊന്ന് കേൾക്കാം. ഞാനിപ്പോൾ മെഡിക്കൽ കോളേജിലാണ്. ചിൽഡ്രൻസ് ഹോമിലെ കുട്ടിയാണ്. എൻ്റെ പല്ല് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. എനിക്ക് ഒരു പരാതിയുണ്ട്. കാരണം വെച്ചാൽ ചിൽഡ്രൻസ് ഹോമിൽ നിൽക്കുന്ന കുട്ടിയായതിനെ കൊണ്ട്, അതായത് ഈ വേറെ പുതിയ കുട്ടികൾ വന്ന യൂസ് ചെയ്ത ഡ്രസ്സാണ് ഇപ്പോൾ അവിടെ, അതായത് നിൽക്കുന്ന കുട്ടികൾക്ക് അവിടെയുള്ള സ്റ്റാഫുമാർ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഞാനൊരു കംപ്ലൈൻറ്റ് ചെയ്തതിന് എന്നെ ഒരുപാട് മാനസികമായി തളർത്തുകയും, അതുപോലെ തന്നെ ഈ സൂപ്രണ്ടും CWI സ്റ്റാഫും എന്നെ ഒരുപാട് ചീത്ത പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പരാതി CWCയിലും കളക്ടറേറ്റിലും പറഞ്ഞതിനെ തുടർന്ന് ഏതോ ഒരു ഇല്ലാത്ത കേസിൻ്റെ പേരിൽ എന്നെ 2-3 പോലീസുകാർ വന്ന് ചോദ്യം ചെയ്യുകയും ഉണ്ടായി. അതേപോലെ തന്നെ ഒരു സ്റ്റാഫ് എൻ്റെ അത്ര ഇല്ലാണ്ടാണ് പോലീസുകാർ വന്നുള്ള ചോദ്യം ചെയ്തത്. സാനിയ മനോമി നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് സാനിയ മനോമി. അതിജീവിതയാണ് ഒരു കുളിമുറിയിൽ പോയി പൈപ്പ് തുറന്നിട്ട് തനിക്ക് നേരിടുന്ന അനീതി എന്താണ് എന്നത് ആ കുട്ടി എന്നിട്ട് പറയുകയാണ്. അവിടെ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കുമ്പോൾ ബോധ്യപ്പെടുന്നത് എന്താണ്? സുജയ, ഈ കുട്ടി പറയുന്നത് പൂർണ്ണമായും ശരിയാണ് എന്നാണ് നമുക്ക് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത്. കാരണം ഈ ഒരു പുവർ ഹോമിൽ അല്ലെങ്കിൽ ചിൽഡ്രൻ ഹോം ഫോർ ഗേൾസിലാണ് ഈ കുട്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയും നടക്കുന്നത്. ഇതേ സാഹചര്യം ബോയ്സ് ഹോമിലുമുണ്ട്. പക്ഷേ നമുക്ക് അവിടെ നിന്ന് വെളിപ്പെടുത്തലുകൾ കിട്ടിയില്ല. പക്ഷേ ഗേൾസ് ഹോമിൽ നിന്ന് നിരവധി കുട്ടികളാണ് നമ്മളോട് സംസാരിച്ചത്. അതിൽ വീഡിയോ എടുക്കാൻ തയ്യാറായ ഒരു കുട്ടിയുടെ വീഡിയോ മാത്രമാണ് നമുക്ക് ഇപ്പോൾ കൊടുക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ആ കുട്ടി പറയുന്നത് വളരെ ഗുരുതരമായ കാര്യങ്ങളാണ്. അതായത് വസ്ത്രങ്ങളൊക്കെ പഴയ വസ്ത്രങ്ങളാണ് കൊടുക്കുക. JJ ആക്ട് പ്രകാരം ഇവർക്ക് പുതിയ വസ്ത്രങ്ങൾ ഓരോ 6 മാസവും കഴിയുമ്പോഴും കൊടുക്കണമെന്ന് നിർബന്ധമുണ്ട്. കൂടാതെ സോപ്പ് കൊടുക്കില്ല, വസ്ത്രങ്ങൾ കൊടുക്കില്ല, അതുപോലെ ആവശ്യമുള്ള ഒന്നും കൊടുക്കില്ല. സാനിറ്ററി നാപ്കിൻ ചോദിച്ചാൽ നിങ്ങൾ തുണി ഉപയോഗിച്ചോളൂ എന്നുള്ള മറുപടിയാണ് കിട്ടുക. ഇതൊന്നുമല്ല JJ ആക്ട് പ്രകാരം പറയുന്നത്. മാത്രവുമല്ല CWC നമുക്ക് നൽകുന്ന വിവരം അനുസരിച്ച് കൃത്യമായി ഫണ്ട് ഈ ഗേൾസ് ഹോമിലേക്ക് കിട്ടുന്നുണ്ട്. എന്നിട്ടും ഈ ഫണ്ടൊക്കെ ഉപയോഗിച്ച് ഈ സാധനങ്ങൾ എന്തുകൊണ്ട് വാങ്ങിക്കൊടുക്കുന്നില്ല എന്ന് മാത്രം നമുക്ക് വ്യക്തമാവുന്നില്ല. ഇത്തരത്തിൽ പരാതി പറയുമ്പോൾ, അതായത് ഈ പെൺകുട്ടി കളക്ടർക്കും CWCക്കും പരാതി അയച്ചിട്ടുണ്ട് എന്ന് കളക്ടറുടെ ഓഫീസും CWC ഓഫീസും നമുക്ക് കൺഫർമേഷൻ അല്ലെങ്കിൽ ഉറപ്പ് തന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പരാതി അയക്കുമ്പോൾ പെൺകുട്ടിയെ മറ്റു കേസുകളിൽ പ്രതിയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പോലീസുകാരെ ഉപയോഗിച്ച് ചോദ്യം ചെയ്യുകയാണ്. സാധാരണ ഇത്തരത്തിൽ ഹോമുകളിൽ കഴിയുന്ന പെൺകുട്ടികളെ ചോദ്യം ചെയ്യണമെങ്കിൽ അവരുടെ കൂടെ കൗൺസിലർ, കെയർ ടേക്കർ ഒക്കെ ഉണ്ടാകണം എന്നുള്ള നിയമമുണ്ട്. മാത്രമല്ല പോക്സോ കേസ് ഇരയാണ് ഈ പെൺകുട്ടി. അതുകൊണ്ട് ചോദ്യം ചെയ്യണമെങ്കിൽ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാകണം. പക്ഷേ ഒരാൾ പോലും കൂടെ ഇല്ലാതെ 3 ദിവസമൊക്കെ നിരന്തരമായി ചോദ്യം ചെയ്തു തന്നെ എന്ന വെളിപ്പെടുത്തൽ കൂടിയാണ് പെൺകുട്ടി നടത്തിയിരിക്കുന്നത്. ഏതായാലും ഗുരുതരമായ വെളിപ്പെടുത്തലാണ്. ഈ വിഷയത്തിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ജില്ലാ കളക്ടർ ഇപ്പോൾ ഈ വിഷയം ഇത്തരത്തിലൊരു പരാതി കിട്ടിയിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടറുടെ ഓഫീസർ സ്ഥിരീകരിക്കുന്നുണ്ട്. അത് CWCയും സ്ഥിരീകരിക്കുന്നുണ്ട്. ഏതായാലും ആ പരാതിയിൽ മറ്റ് നടപടികൾ എന്തെങ്കിലും ആയോ എന്നുള്ളതിനെക്കുറിച്ച് അവർ വ്യക്തത നൽകിയിട്ടില്ല. അതേസമയം എന്ത് പരാതി ഏത് കുട്ടി നൽകിയാലും ആ കുട്ടിയെ മാനസികമായി പീഡിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. മാത്രവുമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സാധനങ്ങൾ പോലും കുട്ടികൾക്ക് കിട്ടുന്നില്ല എന്ന റിപ്പോർട്ട് തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് CWCയും നമ്മളോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അവരത് പൊതുവെ പ്രതികരിക്കാൻ തയ്യാറല്ലെങ്കിൽ കൂടിയും കുട്ടികൾക്ക് വേണ്ട പുതപ്പ്, വസ്ത്രങ്ങൾ, ഇത്തരത്തിൽ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും, പുസ്തകങ്ങൾ, ഇതൊന്നും തന്നെ ലഭ്യമാക്കാൻ അവിടുത്തെ ജീവനക്കാർ